നമ്മളെ വിനീഷ്യസ് ജൂനിയറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ വന്നിക്കുകയാണ് നമ്മളെ റയൽ മാഡ്രിഡിൻ്റെ നിലവിലെ കോച്ച് കാർലോസ് അഞ്ചലോട്ടി. വിനീഷ്യസിൻ്റെ പ്രകടനം, അദ്ദേഹത്തിൻ്റെ പ്രകടനം ബ്രസീലുമായി ബന്ധപ്പെട്ട് ബ്രസീലിൻ്റെ മത്സരങ്ങളിൽ റയലിൽ കളിക്കുന്ന അത്ര ബ്രസീലിന് വേണ്ടിയിട്ട് കളിക്കുന്നില്ല, അല്ലെങ്കിൽ ബ്രസീലിൻ്റെ കുപ്പായം ഇടുമ്പോൾ ഫോം ഔട്ടാണ്, ക്ലബ്ബ് പ്രൊഡക്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ചർച്ചകളും ട്രോളുകളും കാര്യങ്ങളൊക്കെ നിലവിൽ സോഷ്യൽ മീഡിയകളിൽ സജീവമാണ്. അതിപ്പോൾ തുടങ്ങിയതല്ല. വിനീഷ്യസ് ഏകദേശം രാജ്യത്തിന് വേണ്ടി കളിക്കാൻ തുടങ്ങിയ അന്ന് മുതലുള്ള ഒരു ചർച്ചയാണ്. വിനീഷ്യസ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യണത്, അദ്ദേഹം ഏറ്റവും കൂടുതൽ കളിക്കുന്നത് റയലിനാണ്, ക്ലബിനാണ് എന്നുള്ളത്. ഇപ്പോൾ റീസെൻ്റിൽ ബ്രസീൽ വേൾഡ് കപ്പ് യോഗ്യതൻ്റെ റൗണ്ടുകളിൽ നിരന്തരമായിട്ട് പരാജയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ഉയർത്തെഴുന്നേൽപ്പുകൾ ഇല്ലാതിരിക്കുമ്പോൾ ഇപ്പോഴും കൂടുതൽ ട്രോളുകളും കാര്യങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നത് വിനീഷ്യസാണ്. കാരണം ടീമിലെ ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള മുതിർന്ന താരം വിനീഷ്യസാണ്. അപ്പോൾ എഞ്ചലോട്ടി, റയലിൻ്റെ കോച്ച് എഞ്ചലോട്ടി ഇപ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് റയൽ മാഡ്രിഡിന് 2 ചാമ്പ്യൻസ് ലീഗ് നേടാൻ വേണ്ടിയിട്ട് സഹായിച്ച താരമാണ് വിനീഷ്യസ്, അതാരും മറക്കരുത്. അതുപോലെ ബ്രസീലിൻ്റെ നിലവിലെ സാഹചര്യം, നിലവിലെ പ്രശ്നം, അത് ഒരു വ്യക്തിൻ്റെ പ്രശ്നമല്ല, ഒരു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമല്ല, ഒരു ടീമിൻ്റെ പ്രശ്നമാണ്. ആ ഒരു ടീമിൻ്റെ മൊത്തത്തിലുള്ള ടീമിൽ കളിക്കുന്ന ആളുകളൊക്കെ പ്രശ്നമാണ് എന്നുള്ളതാണ്. അതേമാതിരി ബ്രസീലിന് വേണ്ടിയിട്ട് മോശമായി കളിച്ചത് വിനീഷ്യസ് അദ്ദേഹത്തിൻ്റെ റയൽ മാഡ്രിഡിലെ ലെവല് കാണിക്കാത്തത് കൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിനീഷ്യസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിക്കാണ് ഇപ്പോൾ റീസെൻ്റിൽ അദ്ദേഹം. കാരണം വിനീഷ്യസിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബ്രസീലിൻ്റെ മോശമായ സിറ്റുവേഷനിൽ ട്രോളിന് ആളുകളൊക്കെ ഉണ്ട്. കാരണം അതങ്ങനെ വരുള്ളൂ. ബ്രസീലിൻ്റെ മുൻനിരയിൽ കളിക്കുന്ന ഒരു താരമാണ് നിലവിൽ വിനീഷ്യസ്. അത് മാത്രമല്ല, ഈ പ്രാവശ്യത്തെ ബാലൺ ഡി ഓറിൽ മുൻപന്തിയിലുള്ള ആളാണ് വിനീഷ്യസ്. അങ്ങനെയൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ മൊത്തത്തിൽ ബ്രസീലിൻ്റെ തോൽവികൾ വരുള്ളൂ. അപ്പോൾ ഏതായാലും എഞ്ചലോട്ടി ഇപ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞത്. ഇതൊരു മൊത്തത്തിലുള്ള പ്രശ്നമല്ല, അല്ലാതെ വിനീഷ്യസിൻ്റെ മാത്രം പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞിട്ട്.